ഹായ് എവ്രി വൺ. ഇന്ന് ട്രിവാൻഡ്രം പോവാണേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടുന്നില്ല. എല്ലാ ദിവസവും യാത്രകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. നമ്മളിതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. പപ്പ ദാ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട്. അമ്മ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. എന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള പോക്കാണ്. എവിടെ പോയാലും ഞാൻ വളരെ ലേറ്റായിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നും പറഞ്ഞ് എന്നെ വന്ന് വഴക്ക് പറഞ്ഞ് ഇറക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ട്രിവാൻഡ്രം പോകുന്നത് കൊട്ടാരക്കര വഴിയാണ്. നമ്മുടെ അവിടെ മഴയൊന്നും ഇല്ലായിരുന്നു രാവിലെ. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ മഴ മാറും, പിന്നെ വെയിലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേസ് ശരിക്കും ടയേർഡായിട്ടിരിക്കുക. കാരണം കഴിഞ്ഞ 1-2 മാസമായിട്ട് ഭയങ്കര ബിസിയാണ്. ഒന്നുകിൽ ഈ പറഞ്ഞ ഇവൻറ്റ്സ് ചെയ്യണമായിരിക്കും, എനിക്ക് ആങ്കറിങ് വർക്ക് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള യാത്രകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും വരും. അപ്പോൾ പല യാത്രകളും എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പുറത്തുള്ളതാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസ് ഹോട്ടലിൽ കയറുവാണ്. നമ്മൾ അവിടെ നിന്ന് മസാല ദോശയും അതുപോലെ മസാല ദോശയും വടയാണ് കഴിച്ചത്. തിരിച്ച് നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ കയറിയപ്പോൾ പുറത്ത് ഭയങ്കര മഴയായി ഗായ്സ്. അങ്ങനെ നമ്മൾ ആ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈയിടെയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ ദിവസവും യാത്രകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്ന്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെറിയ ഫാമിലി ട്രിപ്സൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ അത് നമ്മൾ വിചാരിച്ചത് ഇത്രയും നാളും ബിസി ആയിരുന്നല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പുറത്ത് പോകാം അങ്ങനെ കരുതിയതാണ്. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും അടുത്ത തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ ഓരോ പരിപാടിയും കഴിയുമ്പോൾ വിചാരിക്കും ഇന്ന് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം, നാളെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതെല്ലാം വെറും തോന്നലുകൾ മാത്രമായിട്ട് അവശേഷിക്കും. എനിക്ക് വീണ്ടും അടുത്ത ഇവൻറ്റ്സും അതുപോലെ യാത്രകളും ഒക്കെ വരും. പക്ഷെ മറ്റൊരു സൈഡിൽ ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തേക്കുള്ള ഈ ഒരു ട്രിപ്പ് ഒരു മൾട്ടി പർപ്പസ് ട്രിപ്പാണ്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് പോകുന്ന ഒരു സ്ഥലത്തെ ഒരു ചെറിയ വ്ലോഗ് മാത്രമാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയുടെയും ട്രിവാൻഡ്രം ജില്ലയുടെയും ബോർഡർ ഏരിയയിലൂടെയാണ് കേട്ടോ. ചടയമംഗലം ഒക്കെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളിതാ ചടയമംഗലം ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ജടായുപ്പാറ അതൊക്കെ ഓപ്പണായ സമയത്തേ പോയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും കാണുമെന്നല്ലാതെ അവിടെ കയറിയിട്ടില്ല. ആ ഒരു മലയുടെ മണ്ടയ്ക്ക് ആ ഒരു പരുന്തിൻ്റെ ആ ഒരു ശില്പം ശിലയിൽ തീർത്തതാണ്. ഭയങ്കര മനോഹരമായിട്ടുണ്ട്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ വ്യൂ ആണ്. ഇതുവഴി പോകുമ്പോഴൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ പിക്ചേഴ്സും അതുപോലെ വീഡിയോസും എടുക്കാറുണ്ട്. പക്ഷേ നോർമലി ഒരു ടിപ്പിക്കൽ പെൺകുട്ടി ചെയ്യുന്നത് പോലെ തന്നെ അതൊക്കെ മിക്കവാറും നമ്മളുടെ ഗാലറിയിൽ പൊടി പിടിച്ച് കിടക്കത്തതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊരു വ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ വിഷ്വൽസൊക്കെ. ഗായ്സ്, ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ് നന്നായിട്ട് ഇടറുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുപ്പിച്ച് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറേ 3 ആഴ്ചകളായിട്ട്. അപ്പോൾ അതിനിടയ്ക്കെല്ലാം പോയി നല്ല സ്ട്രെസ്സും നല്ല സ്ട്രെയിൻ എടുത്ത് സംസാരിച്ച കാരണം വോയിസൊക്കെ പോയി കിടക്കുകയാണ്. കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിനിടയ്ക്ക് നമുക്ക് വോയിസിനൊരു റെസ്റ്റ് കൊടുക്കാൻ ടൈം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. കുഴപ്പമില്ല, അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം, മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇങ്ങനെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നമ്മളങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ചായിരുന്നു. വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുള്ള എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ലൈഫിൽ ഒരുപോലെ ആവണം എന്നില്ലല്ലോ സിറ്റുവേഷൻസ്. ഇപ്പോൾ പലർക്കും ലൈഫിൽ ചില സാഹചര്യങ്ങളിൽ ചിലവരുടെ മുന്നിൽ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ആ ഒരു സെൻസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഞങ്ങൾ ട്രിവാൻഡ്രം പോകുമ്പോൾ മോസ്റ്റ്ലി ഈ കൊട്ടാരക്കര വഴിയാണ് പോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കിളിമാനൂർ, വെഞ്ഞാറമൂട് അങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ഈ കഴിഞ്ഞ മാസം ഉണ്ടല്ലോ, എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു 3-4 ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രം പാളയം അവിടെയൊക്കെ എനിക്ക് കുറേ ഇവൻറ്റ്സ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു.
അപ്പോഴെല്ലാം നമ്മൾ ഈ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പം 5 months അടുക്കാറായി. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ റൂമിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ പിങ്ക് റൂമിൻ്റെ ഒരു ചെറിയ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് 1.4 million വ്യൂസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റൂം ടൂർ വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ പല വീഡിയോസിലും കുറേ പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാമോ, അതുപോലെ ഹോം ടൂർ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും ഗായ്സ്, നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു 4 ദിവസവും ഇതുപോലെ യാത്രകളായിരിക്കും, ഒരു ദിവസമായിരിക്കും ഫ്രീ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ വെറുതെ ഇരിക്കുമ്പോഴാണ് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ സൂവിലാണ് ഗായ്സ്. നമ്മളിവിടെ സൂവിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, സാധാരണ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇവിടെ ഇത്രയും വെയിൽ കാണുമെന്ന് വിചാരിച്ചില്ല. ഇന്നൊരു റെയിനി ഡേ ആണെന്നാണ് കരുതിയത്. എനിവേയ്സ് കുട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പയും അമ്മയൊന്നും കുട എടുത്തില്ല, അവരുടെ കുടയെല്ലാം വണ്ടിക്കകത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ അമ്മയെ കൊണ്ട് എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അതിന് മുന്നേ ഞാൻ അമ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു സിംഹത്തിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനും കൂടെ കുട പിടിച്ചെടുത്ത് ഫോട്ടോ എടുത്തു കേട്ടോ. എന്തായാലും സൂവിൽ വരുമ്പോൾ ഇടാൻ പറ്റിയ സ്കേർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പുലിയുടെ തോല് പോലെ ഉണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഒരു ടൈഗർ അല്ലല്ലോ പുലിയുടെ തോല് പോലത്തെ ഇങ്ങനത്തെ ഡിസൈനുള്ള ഡ്രസ്സൊക്കെ, പ്രത്യേകിച്ച് സ്കേർട്ടും ടോപ്പും പാൻസും ഒക്കെ. ഇത് ഞാൻ കുറേ നാളെ എടുത്തിട്ട്, പക്ഷേ ഇത് എവിടെ ഇരിക്കുകയായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ടാണ് എനിക്കിത് കബോർഡിനകത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിട്ടേക്കാം. അപ്പോൾ സൂല് വന്നപ്പോൾ അത് മാച്ചിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ പുലിയെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നമ്മൾ സൂവിൽ വരുന്നത് വളരെ കുറവാണ്. പണ്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കോവിഡിനൊക്കെ മുൻപാണ് ലാസ്റ്റ് ഈ സൂവിലൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പല ആവശ്യങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഇവിടേക്ക് വരാൻ പറ്റിയ സമയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സൂവിലേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഹോം ടൂർ വീഡിയോ, റൂം ടൂർ വീഡിയോ, അതുപോലെ തന്നെ കിച്ചൺ ടൂർ വീഡിയോ, ഇതൊക്കെ ഞാൻ വൈകാതെ തന്നെ ചെയ്യാവേ. ഒന്നും ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും ഗായ്സ്, നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു 4 ദിവസവും ഇതുപോലെ യാത്രകളായിരിക്കും, ഒരു ദിവസമായിരിക്കും ഫ്രീ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ വെറുതെ ഇരിക്കുമ്പോഴാണ് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഹോം ടൂർ വീഡിയോ, റൂം ടൂർ വീഡിയോ, കിച്ചൺ ടൂർ വീഡിയോ എല്ലാം ചെയ്യുന്നതായിരിക്കുമേ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സൂവിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുവാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നോർമലി ഉള്ള പോലത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇന്നൊരു സാറ്റർഡേയും കൂടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് കാട്ടി എന്ന് പറയുന്നൊരു ആനിമൽ ഉണ്ടല്ലോ, കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ, അതിനെയൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങ്, അതോ ഹനുമാൻ കുരങ്ങ് ഇവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ അതിനൊക്കെ നമ്മളവിടെ കണ്ടേ. എനിക്കാണെങ്കിൽ ടൈഗറിനെ ലയണിനെയൊക്കെ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. പപ്പയാണെങ്കിൽ കാണുന്ന എല്ലാ ആനിമൽസിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കുറേ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുറേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നേ. ഒരാളിന്ന് സ്വന്തം ദേഹത്തെ പേരിനെ പറക്കി തിന്നുന്നത് കണ്ടോ? അമ്മയൊക്കെ ഒട്ടും ടയേർഡ് ആവാതെ ഇങ്ങനെ നടക്കുവാണ്. ഞാൻ കുറേ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ കിതച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും ഇന്ന് വലിയ മഴയുമില്ല, വെയിലുമില്ല. വെയിലുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് വെയിൽ അറിയത്തുമില്ല. ഈ ഇരിക്കുന്നതാണ് കേട്ടോ കൂമൻ അഥവാ മൂങ്ങയുടെ ഏതോ ഒരു വെറൈറ്റിയാണ്. സിനിമയുടെ പേര് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പം ഇതിനേക്കാളും ആനിമൽസ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ സൂവിലും പണ്ടൊക്കെ പോകുമ്പോൾ കുറേ ആനിമൽസിനെ കാണാറുണ്ട്, പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ് അവരുടെ നമ്പർ. കഴുകൻ ഇനത്തിൽപ്പെട്ട ബേർഡ്സ് ആണ് ഇരിക്കുന്നത്. അത് അവർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് കണ്ടില്ല, ഈ ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര ആക്റ്റീവ് ആവും. ഫുഡ് വന്ന് പറന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് ഇവരെല്ലാവരും. ഇപ്പം എന്തോ ഇറച്ചിയോ മീറ്റോ ഫിഷോ എന്തോ ആണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കിനും ഓരോരുത്തരായിട്ട് പറന്നു വന്ന് ഇരിപ്പുണ്ട്. കഴുകനും പരുന്തും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അവിടുന്ന് ഞങ്ങൾ പിന്നെ നടന്നത് ഈ ഒരു ബേർഡ്സിൻ്റെ ഹ്യൂജ് സെക്ഷനിലേക്കാണ് പോയത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഫ്ലെമിംഗോസ് ഉണ്ടായിരുന്നു, പല വെറൈറ്റീസ് ഓഫ് ഫ്ലെമിംഗോസ് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയും പറയുന്നുണ്ടായിരുന്നു ഇവിടെ നേരത്തെ പോലുള്ള ആനിമൽസ് ഒക്കെ ഇല്ല, കുറവാണ്. ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം വന്നപ്പം പല കേജും കാലിയായിട്ട് കിടക്കുവാണ്. പലതും പേര് മാത്രമേ ഉള്ളൂ, ആനിമൽസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് പപ്പയുടെ അമ്മയുടെയും കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തണം കേട്ടോ. അങ്ങനെ പപ്പയുടെ അമ്മയുടെയും കുറേ ഫോട്ടോസൊക്കെ ആ ഒരു മുളങ്കാട് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് പോലെ അവിടെ വെച്ച് കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് ദാ ഒരാളിനെ ഇവിടെ കണ്ടത്. ആരാ കിടക്കുന്നേ? നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം ദാ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അധികം നേരം നമ്മൾ അവിടെ നിന്നില്ല, കാരണം സിംഹം കുറേ ദൂരെയായിരുന്നു. ഞാൻ നല്ല സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ദാ ഈ ഒരു ബേർഡിനെ കണ്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു പുള്ളിക്കാരി. ഹിപ്പോപ്പൊട്ടാമസിന്റെ കൂട്ടില് വേറൊരു ഹിപ്പോയും അതുപോലെ ഒരു ബേബിയും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഫീമെയിലും ബേബി ആയിരിക്കണം അകത്ത് കിടക്കുന്നത്. നമ്മൾ ഏതൊരു ഫോറസ്റ്റ് സഫാരിയിലും ചെന്നാൽ ആദ്യം കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ള ആൾക്കാരാണ് മാനുകൾ. ദാ ഇവിടെ ഉണ്ട് കേട്ടോ വലിയൊരു ഗ്രൂപ്പ് ഓഫ് മാനുകൾ. പക്ഷെ പണ്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഒത്തിരി നമ്പർ ഉണ്ടായിരുന്നു. ഇപ്പം ചത്തുപോയതായിരിക്കും പാവം. കാട്ടുപോത്ത എൻ്റെ ടീം ഇവിടെ ബബിൾ ഗം ചവച്ചുകൊണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽപ്പുണ്ട്. നമ്മളും എന്തായാലും അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പാസ് ചെയ്തു.
ദാണ്ട് ചില്ലുകൂട്ടി കിടന്നുറങ്ങുന്ന ആൾക്കാരെ കണ്ടോ? ഈ ക്യൂട്ട് ബേബീസ് ആണ് നമ്മുടെ സ്വന്തം മുള്ളൻ പന്നികൾ. പണ്ട് മുതലേ ഉള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവർ നമ്മളെ കാണുമ്പോൾ, ശത്രുവിനെ കാണുമ്പം ഇവർ അദ്ദേഹത്തെ മുള്ള് ഇങ്ങനെ കൊള്ളുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്, ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഇവിടെ കണ്ടോ നിറച്ചും ചിത്രശലഭങ്ങളുണ്ട്, ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും നല്ല വെയിലടിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവാണ്. അവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകണം. നമ്മൾക്ക് ഈ ഒരു ബാലരമയിലെ കഥകളിലൊക്കെ വായിക്കുന്ന പോലത്തെ ഫോറസ്റ്റ് ഇല്ലേ, അതേപോലെ ഭംഗിയുള്ള ഒരു ഫെയറി ലാൻഡ് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു സ്ഥലത്തിന് അന്നൊന്നും ഇത്രയും ഭംഗി തോന്നിയിട്ടില്ലായിരുന്നേ. നമ്മളിത് സ്വർഗത്തിൽ എത്തപ്പെട്ട പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വാട്ടർഫോൾ പോലെ ആ വെള്ളം പോകുന്ന അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മയുടെയും പപ്പയുടെയും കുറേ വീഡിയോസൊക്കെ ഞാൻ അവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളെ ഒരു ബട്ടർഫ്ലൈ പാർക്കിലേക്കായിരുന്നു കയറിയത്. നമ്മൾ ആ കയറിയ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ കുറവായിരുന്നു. മറ്റേ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഗ്രൂപ്പായിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 1-2 ഒക്കെ കാണാനുള്ളായിരുന്നു. ദാണ്ട് കുറേ സുന്ദരക്കുട്ടന്മാർ വെള്ളത്തിൽ നീന്തി തുടയ്ക്കുന്നത് കണ്ടോ? ഒരു മൈലിൽ കൂട്ടിന്ന് പുറത്ത് ചാടിയതാണെന്ന് തോന്നുന്നു. ആ ഫീഡിംഗ് റൂമിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. സമയം ഒരു 1:30 അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല ഫുഡായിരുന്നേ. കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചത് ഇവിടെ വന്നിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇനി നമുക്ക് പോകാനുള്ള പല സ്ഥലത്തേക്കും പോകാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ആണ്. പല കാര്യങ്ങൾക്കും നമ്മൾ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂവിലേക്ക് വന്നതാണ്. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു, ആ ക്യാൻഡിയൊക്കെ കഴിച്ചു. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. പുറത്തേക്ക് പോകണം. ഇനി നമുക്ക് പല ആവശ്യങ്ങളും ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. അങ്ങനെ തിരിച്ചു പോവാണ്. രാത്രിയായ സമയം. ഇതിനിടയ്ക്ക് എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറാതെ കരിക്ക് വരെ കുടിച്ചു, എന്നിട്ടും ദാഹം മാറുന്നില്ല. അപ്പം നമ്മൾ രാത്രി കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയും അതുപോലെ ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും ആണ് വാങ്ങിച്ചത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. ചിക്കൻ റോസ്റ്റ് ആയിരുന്നു ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാറായി ഗായ്സ്. നമ്മൾ ഏകദേശം വീട്ടിലെത്തിയപ്പം സമയം ഒരു 9:30 കഴിയാറായിരിക്കുന്നു. അങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ യാത്ര. ഈ ഒരു ചെറിയ യാത്രയുടെ വ്ലോഗാണ് ഞാൻ ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്. ബൈ.